അങ്ങനെ നിങ്ങൾ സെമി കയറിയല്ലേ? ആ അതെ, ജയിച്ചങ്ങനെ സെമി കയറി. എന്താ ഒരു സന്തോഷമില്ലാതെ? ഓ, ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ട് ജയിച്ചാലും ചിലരൊക്കെ പറഞ്ഞു നടക്കുന്നത് ഞങ്ങൾ കോഴ കൊടുത്ത് ജയിച്ചെന്നല്ലേ. ഓ, അത് നമ്മുടെ മെസ്സി അണ്ണനോടുള്ള ദേഷ്യം എല്ലാവർക്കും. നിങ്ങളത് കാര്യമാക്കണ്ട. ഈ കളിക്ക് നിങ്ങളുടെ രാജ്യക്കാർ മാച്ച് റെഫറി ആയതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ പറയത്തില്ലായിരിക്കും. ഇന്ന് പറയുന്ന അവന്മാരായിരിക്കും ഞങ്ങൾ കോഴ കൊടുത്തെന്ന്. അത് പിന്നെ ഫാൻസിൻ്റെ വിഷമമാണ്. അവരിങ്ങനെങ്കിലും അതങ്ങ് തീർക്കട്ടെ. ആ നിങ്ങളത് വിടന്നേ. നിങ്ങളെ കപ്പ് തൂക്കുന്നതിനെ പറ്റി ചിന്തിക്കുക. ഞങ്ങൾക്കോ കപ്പ് കിട്ടില്ല. നിങ്ങളും മെസ്സി അണ്ണനും വീണ്ടും ആ കപ്പ് തൂക്കണം കേട്ടോ. താങ്ക് യു. നമ്മുടെ ബ്രസീൽ എന്ത് തീർന്നല്ലോ. അതിപ്പോൾ ഒരു കളിയാകുമ്പോൾ ഒരാൾ ജയിക്കും, ഒരാൾ തോക്കും. നിങ്ങളും ഞങ്ങളോട് തോറ്റിട്ടല്ലേ ഇവിടെ വന്ന് നിൽക്കുന്നത്. അത് പറയാൻ തന്നെ ഞാൻ വന്നത്. നിങ്ങൾക്ക് ഇപ്പം തോറ്റതിന് പകരം ഞങ്ങളോട് തോറ്റിരുന്നെങ്കിൽ ഞങ്ങൾ ക്വാർട്ടർ ഫൈനലെങ്കിലും കയറിയേനെ. അവിടുന്ന് ജയിച്ചാലും ഇവിടെ വന്ന് ഇംഗ്ലണ്ടിനോട് തോക്കുമല്ലോ. എന്നിട്ട് മാറിയിരുന്ന് കരയാനല്ലേ. ഇതിപ്പോൾ ആ കരച്ചിൽ കുറച്ച് നേരത്തെ ആയെന്നല്ലേ ഉള്ളൂ. അത് ശരിയാ. ഇതിപ്പോൾ നമുക്ക് രണ്ടുപേർക്കും മാറിയിരുന്ന് കരയാം. ഹലോ, ഫ്രാൻസ് അല്ലേ? അതെ. ആരായത്? ഞാൻ നിങ്ങളുടെ ഒരു അഭ്യുദയകാംക്ഷയാണ്. നിങ്ങൾ എന്ത് വില കൊടുത്തും അർജന്റീനയെ തോപ്പിച്ച് ഇത്തവണ കപ്പ് തൂക്കണം. 2022 ഡിസംബർ 18 ആ രാത്രി മറന്നിട്ടില്ലല്ലോ. എടാ മോനെ, നീ ആ പ്രമുഖ ടീമിന്റെ ഫാനല്ലേ? അല്ല, ഞാനിവിടെ ട്രഷറി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് പെൻഷൻ കൊടുക്കാൻ സമയമായി. എന്തൊക്കെയാടാ നീ പറയുന്നത്? ശരിയെന്നാ, ജയിച്ചോണം. ഇനി ആരെ വിളിക്കും? സ്പെയിനെ വിളിക്കാം. ചതിച്ചതാ, ഞങ്ങളെ ചതിച്ചതാ. അല്ലാതെ ഒരു ടീമിനും ഇങ്ങനെ അവസാന നിമിഷത്തിൽ ഇത്രയും ഗോളടിച്ചൊന്നും ജയിക്കാൻ പറ്റത്തില്ല. ആ ഫിഫ മെസ്സിയെ ഫൈനൽ കയറ്റാൻ വേണ്ടിയിട്ട് അവന്മാരിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ഞങ്ങളെ തോൽപ്പിച്ചതാ. നിങ്ങൾ വീണ്ടും ചതിച്ചല്ലേ? എന്ത് ചതി? നിങ്ങളുടെ സ്വന്തം ടീമിനെ തോൽപ്പിക്കാൻ നിങ്ങൾ ആ മെസ്സിയുടെ നിന്ന് കോഴ വാങ്ങിയില്ലേ? എൻ്റെ ടീമോ? നിങ്ങളൊരു സ്വിറ്റ്സർലാൻഡുകാരനല്ലേ? എന്നിട്ടും നിങ്ങൾ അവരെ ചതിച്ചല്ലേ? അത് പോട്ടെ, നിങ്ങളാരാ? ഫാൻസ്. ആരുടെ? സ്വിറ്റ്സർലാൻഡിന്റെ. ഓ ആണല്ലേ. സ്വിറ്റ്സർലാൻഡിന്റെ ഫ്ലാഗിന്റെ കളർ എന്ന് പറഞ്ഞേ അത് നീലയും മഞ്ഞയും അല്ല, ചുമപ്പും പച്ചയും. ഇവിടെ ഭയങ്കര ചൂട്, കാറ്റും ഇല്ലല്ലോ, അതുകൊണ്ട് തെറ്റിപ്പോയതാ. ഇറങ്ങിപ്പോടാ, അതിനൊരു ഫാൻ വന്നേക്കുന്നു. അർജന്റീന മോനെ, ഒന്ന് നിന്നേ, ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? ഒരു മിനിറ്റ്. എവിടെ അത്? നിങ്ങളേ ഈ കാശ് മുഴുവൻ കൊണ്ടുപോകും, എന്നിട്ടൊന്ന് തോറ്റു തരാം. നിങ്ങൾ ജയിച്ചാലേ ചില വാട്സപ്പ് യൂണിവേഴ്സിറ്റി പിള്ളേർ പറയും ഞങ്ങൾ കോഴ മേടിച്ചിട്ടാണ് നിങ്ങളെ ജയിപ്പിച്ചെന്ന്. അതുകൊണ്ട് പ്ലീസ് ഒന്ന് തോറ്റു തരാമോ? എന്തൊരു കഷ്ടമായത്. ഞാൻ പോവും. അവിടെ പോലടാ, ഇതൂടെ കൊണ്ടുപോകും. ഹലോ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഹലോ ഹലോ, ആരുടെ ഇതൊക്കെ? എന്ത് പറ്റിയടാ? ഏതൊരുത്തും വിളിച്ചിട്ട് പറയാ ഞങ്ങളുടെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മ ഇല്ലാത്ത ടീമിനെ തോപ്പിക്കാൻ നാണം ഉണ്ടോന്ന്. എന്നിട്ട് പറയാ വൺ ഡേ ധൈര്യം ഉണ്ട് കളിച്ച് ജയിക്കാൻ. ഏതവനാ ഇതൊക്കെ? എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ക്രിക്കറ്റ് ടീമിനെ വിളിച്ച ക്രിക്കറ്റ് ഫാൻസ് ആയിരിക്കും. നിങ്ങളുടെ ടീം ഇന്ത്യ ഒന്ന് വൈറ്റ് വാഷ് ചെയ്തായിരുന്നു. ഈ ഫുട്ബോൾ പൂരം നടക്കുന്നതുകൊണ്ട് അധികാരം ശ്രദ്ധിച്ചില്ല. ചിലപ്പോൾ അവരായിരിക്കും. അത് ശരി, ഇതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. മോനെ, 2022 ഡിസംബർ 18 ഓർമ്മയുണ്ടോ? എൻ്റെ പൊന്നോ, ഓർമ്മയുണ്ട്. നിങ്ങളും ഞങ്ങളുടെ ഫൈനലിൽ വന്നാൽ നിങ്ങൾക്ക് 2022 പ്രതികാരം ചെയ്യണമെന്നല്ലേ? ഓർമ്മ വേണം. അതുകൊണ്ടാണ് ഇംഗ്ലണ്ടിനെ തോപ്പിച്ച് ഫൈനലിൽ കയറിക്കണം. എന്നിട്ട് വേണം നമുക്കൊന്ന് കാണാൻ. നമുക്ക് കാണാം ആര് കപ്പ് തൂക്കുമെന്ന്.